വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധയായി ഉയർത്തപ്പെടുമ്പോൾ വത്തിക്കാനിൽ മലയാള ഗാനങ്ങളും ഉയരും. മറ്റ് 4 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ചടങ്ങിൽ മറിയം ത്രേസ്യയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് മലയാള ഗാനങ്ങൾ ഉയരുക. ഒക്ടോബർ 13 ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധപദ പ്രഖ്യാപന തിരുക്കർമ്മത്തിൽ ആലപിക്കാനുള്ള ഗാനങ്ങളുടെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഇവർ. തിരുക്കർമ്മങ്ങളുടെ പ്രാരംഭ പ്രദക്ഷിണ സമയത്ത് വത്തിക്കാനിൽ മലയാള ഗാനമുയരും. ഫാദർ ബിനോജ് മുളവരിക്കലും ശ്രീ ഡെൽറ്റസ് ആലുങ്കലുമാണ് ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. വൈദികരും സിസ്റ്റർമാരും കുട്ടികളും യുവതി യുവാക്കളും ഉൾപ്പെടുന്ന 65 പേരുടെ ഗായക സംഘമാണ് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധപദ പ്രഖ്യാപന ചടങ്ങിൽ 2 മലയാള ഗാനങ്ങളാണ് ആലപിക്കുകയെന്ന് ഫാദർ ബിനോജ് മുളവരിക്കൽ ഷെക്കേന ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഒക്ടോബർ 13 മദർ മറിയം ത്രേസ്യാമെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന നാമകരണ ചടങ്ങിൽ മലയാളികളായ വിശ്വാസികൾ ഒന്നുചേർന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 2 മലയാള ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളും അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 65 പേര് അടങ്ങുന്ന ഒരു ഗായക സംഘമാണ് നമുക്കുള്ളത്. എല്ലാവരും അത്യുത്സാഹത്തോടെ പ്രാർത്ഥനയോടെ ആത്മീയ ഒരുക്കത്തോടുകൂടി ഈ വിശിഷ്ട അനുഗ്രഹം നിറഞ്ഞ നിമിഷത്തിനായി ഒരുങ്ങുന്നു. ഇംഗ്ലണ്ടിലെ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ, ഇറ്റലിക്കാരി സിസ്റ്റർ ജുസെപ്പിനെ വന്നീനി, ബ്രസീലിലെ മിഷണറി മദർ ദൂൾച്ചെ പോന്തസ്, സ്വിറ്റ്സർലൻഡുകാരിയും ഫ്രാൻസിസ്കൻ 3ാം സഭാംഗവുമായ മാർഗ്രറ്റ് ബേയ്സ് എന്നിവരാണ് വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയ്ക്കൊപ്പം വിശുദ്ധപദത്തിലേക്ക് ഉയർത്തപ്പെടുന്നവർ. വിശുദ്ധപദ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഗായക സംഘം. വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധപദ പ്രഖ്യാപന ചടങ്ങ് അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വിശ്വാസ സമൂഹം. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒരിക്കൽ കൂടി മലയാള ഗാനങ്ങൾ ഉയരുമ്പോൾ കേരളത്തിനും ഭാരതത്തിനും അത് അഭിമാന നിമിഷമായി മാറുന്നു. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയുടെ വിശുദ്ധപദ പ്രഖ്യാപന ചടങ്ങിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വത്തിക്കാൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്കേവർക്കും പ്രാർത്ഥനയോടെ ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. ഷെക്കേന ന്യൂസിനു വേണ്ടി വത്തിക്കാനിൽ നിന്ന് ടാനിയ ജോർജ് MID. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.